പ്രിയപ്പെട്ടവരെ, ഓൾട്ടർനേറ്റീവ് ഹീലിംഗ് മോഡാലിറ്റിയുമായി പരിചയമുള്ള ഏവർക്കും ചക്രകൾ, ഓറ ഇവയെക്കുറിച്ച് ധാരണ ഉണ്ട്. ചക്രകൾ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജകേന്ദ്രങ്ങൾ ആണ്. ഓരോ ചക്രയും നമ്മുടെ ശരീരത്തിലെ ഓരോ അന്തസ്രാവി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചക്രകൾ അവയെ നിയന്ത്രിക്കുകയും ഊർജ്ജവൽക്കരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഊർജ്ജ ശരീരത്തിൽ പ്രധാനമായും 7 ചക്രങ്ങളാണ് ഉള്ളത്. ഈ പ്രധാന ചക്രങ്ങൾക്ക് ഏകദേശം 2 മുതൽ 3 ഇഞ്ച് വരെ വ്യാസമുണ്ട്. ഇവ പ്രപഞ്ചത്തിൽ നിന്നും പ്രാണനെ സ്വീകരിക്കുകയും അവയെ ദഹിപ്പിച്ച് സമന്വയിപ്പിച്ച് നാഡികളിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്യുന്നു. ശരീരത്തെ മുഴുവനായും, പ്രത്യേകിച്ച് അവയവങ്ങളെ ചക്ര നിയന്ത്രിക്കുകയും ഊർജ്ജവൽക്കരിക്കുകയും ചെയ്യുന്നു. കൂടാതെ ചക്രകൾ സ്രാവി ഗ്രന്ഥികളെ നിയന്ത്രിക്കുകയും ഊർജ്ജവൽക്കരിച്ച് ശരിയായ അളവിലും തോതിലും ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചക്രകൾക്ക് അതീന്ദ്രിയ ജ്ഞാനശക്തി വർദ്ധിപ്പിക്കാനും കഴിവുണ്ട്. എല്ലാ ചക്രകളും പ്രവർത്തനക്ഷമമായിരുന്നാൽ, അതായത് താളത്തിലും ക്രമത്തിലും അവ പ്രവർത്തിക്കുമ്പോൾ ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയ്ക്ക് നല്ല സുഖവും സ്വസ്ഥതയും ആനന്ദവും ഉണ്ടാകുന്നു. എന്നാൽ ഈ ചക്രകളിൽ ഊർജ്ജവ്യത്യാസം ഉണ്ടാകുമ്പോൾ അവ രോഗകാരണങ്ങളായി പരിണമിക്കുന്നു. അതായത് ചക്രകൾ അമിതമായി ഉത്തേജിക്കപ്പെടുകയോ തീരെ നിഷ്ക്രിയമാവുകയോ ചെയ്താൽ അവയുടെ ബാലൻസ് തെറ്റുന്നു. അതോടെ വ്യക്തിയുടെ ജീവിതത്തിൽ രോഗങ്ങളും മറ്റു നിരവധി പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. പ്രധാന ചക്രകൾ മൂലാധാരം, മണിപൂരകം, അനാഹത, വിശുദ്ധി, ആദ്യാചക്രം, സഹസ്രാരചക്രം എന്നിവയാണ്. ഇവയെ ബാലൻസ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള ചക്ര മെഡിറ്റേഷൻ ഞാൻ ഈ ചാനലിൽ നേരത്തെ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിച്ച് ചക്ര ബാലൻസ് നടത്താവുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്റ്റൽ റേക്കി ഉപയോഗിച്ചുള്ള ചക്ര മെഡിറ്റേഷൻ ആണ്. ക്രിസ്റ്റലുകൾ വളരെ പുരാതന കാലം തൊട്ടേ രോഗചികിത്സയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം ക്രിസ്റ്റലുകളുടെ തന്മാത്രകളുടെ ഘടനയിലെ പ്രത്യേക രീതി കാരണം അവയ്ക്ക് വളരെയധികം ഊർജ്ജം ഉണ്ട് എന്നുള്ളതാണ്. ക്രിസ്റ്റലുകൾ രോഗികളുടെ ശരീരത്തിൽ നിന്ന് അധികമുള്ള ഊർജ്ജം വലിച്ചെടുക്കുകയും ഊർജ്ജം കുറവുള്ള ഭാഗത്ത് ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം ഇക്കാര്യത്തിൽ ഉണ്ട് എങ്കിലും ക്രിസ്റ്റൽ ചികിത്സ കാലാകാലങ്ങളായി നടന്നുവരുന്നതാണ്. ഇന്ന് നമുക്ക് വിവിധ ചക്രകളിൽ ക്രിസ്റ്റൽ ഉപയോഗിച്ച് എനർജി എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് ഒരു മെഡിറ്റേഷനിലൂടെ പഠിക്കാം. മെഡിറ്റേഷനിലേക്ക് കടക്കുന്നതിനു മുന്നേ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ചിത്രം മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. വിവിധ ചക്രകളുടെ സ്ഥാനവും അവയുടെ നിറങ്ങളും കടമകളുമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് കൊണ്ടുവരിക. ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗത്ത് കൂടുതൽ സമയം ക്രിസ്റ്റൽ റേക്കി നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഏത് ചക്രയിലെ എനർജി വ്യത്യാസം മൂലമാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന്. അതിന്റെ ഉത്തരം മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് പൂർണ്ണ മെഡിറ്റേഷനിലേക്ക് പോകാം. ആദ്യം മൂലധാര ചക്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മൂലാധാര ചക്രം നട്ടെല്ലിന്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ്. ഇത് അദ്രിനൽ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് എല്ലാത്തരം പാഷനും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലാധാര ചക്രയിലെ ഊർജ്ജത്തിന്റെ ഏറ്റക്കുറച്ചിൽ മൂലമാണ് ഉണ്ടാകുന്നത്. ഇതിന് റെഡ് കളർ ആണ്. തൊട്ടുമുകളിൽ ഉള്ളതാണ് സ്വാധിഷ്ഠാന ചക്രം. ഇത് ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഓറഞ്ച് നിറമാണ് ഇതിന്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇത് കിഡ്നിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാധിഷ്ഠാന ചക്രയ്ക്ക് നേരെ മുകളിലുള്ള ഭാഗമാണ് മണിപൂര ചക്രം. ഇത് പാൻക്രിയാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്ന ഭാവം, ആത്മാഭിമാനം, സ്വാർത്ഥ ചിന്തകൾ, സ്വാർത്ഥമോഹങ്ങൾ എന്നീ വിപരീത ചിന്തകളുടെയും ധൈര്യം, മനഃശക്തി, വിവേകം, ആത്മവിശ്വാസം എന്നീ നല്ല ചിന്തകളുടെയും കേന്ദ്രമാണിത്. വ്യക്തിപരമായ ശക്തികളുടെ ഉറവിടം എന്ന് സ്വാധിഷ്ഠാന ചക്രത്തെ വിളിക്കാം. അതിനു മുകളിലുള്ളതാണ് പച്ചനിറത്തിൽ കാണുന്ന അനാഹത ചക്ര അഥവാ ഹൃദയചക്രം. ഇത് തൈമസ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്നേഹം, കാരുണ്യം, ദയ മുതലായ എല്ലാ നന്മകളുടെയും ഉദ്ഭവസ്ഥാനം ആണിത്. സൗഹൃദം, ഊഷ്മളത, സാമൂഹിക ബന്ധങ്ങൾ, കടപ്പാടുകൾ എന്നിവ തിരിച്ചറിയാൻ വഴിയൊരുക്കുന്നത് ചക്രമാണ്. ഹൃദയചക്രയ്ക്ക് മുകളിലായി കഴുത്തിനു ചുറ്റും ആയി നീല നിറത്തിൽ കാണുന്നതാണ് വിശുദ്ധി ചക്ര. ഇത് തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
ഇത് സൃഷ്ടിപരവും ക്രിയാത്മകപരവുമായ കാര്യങ്ങൾ ഗ്രഹിക്കാനും അതുവഴി സർക്കശേഷിയും വിഞ്ജാനവും ആശയവിനിമയ പാഠവും വർദ്ധിപ്പിക്കാനും വഴിയൊരുക്കുന്നു. ഇനിയുള്ള 2 പ്രധാനപ്പെട്ട ചക്രകൾ ആണ് ആദ്യാചക്രവും സഹസ്രാരചക്രവുമാണ്. ആദ്യാചക്രം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെറ്റിയുടെ നടുഭാഗമാണ് ഇതിന്റെ കേന്ദ്രം. സങ്കല്പശക്തിയാണ് ഇതിന്റെ പ്രധാന കഴിവ്. വയലറ്റ് നിറമാണ് ഇതിന്. ആജ്ഞാചക്രത്തിലൂടെ ഒരാൾ സ്വയം മനസ്സിലാക്കുകയും വ്യക്തിത്വ വികസനം ഉണ്ടാവുകയും ചെയ്യുന്നു. അന്തർജ്ഞാനം, അതീന്ദ്രിയ ബോധം, ബുദ്ധിശക്തി, മാനസിക കഴിവുകൾ ഇവയെല്ലാം ആദ്യാചക്രത്തെ ആശ്രയിച്ച് രൂപപ്പെടുന്നു. സഹസ്രാരചക്രം നിരുകം തലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ്. പ്രപഞ്ചത്തെയും ഈശ്വരനെയും അറിയുക വഴി അജ്ഞതയിൽ നിന്നും ലൗകിക ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിച്ച് മുക്തിയുടെ മാർഗം കാണിച്ചു തരുന്നത് സഹസ്രാരചക്രമാണ്. ഇളം റോസ് നിറമാണ് ഇതിന്. ഇപ്പോൾ ഓരോ ചക്രയുടെയും കടമകളും അവയുമായി ബന്ധപ്പെട്ട ശരീര അവയവങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിന് ഏത് ചക്രയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്ന് ആദ്യമേ തന്നെ തിരിച്ചറിയുക. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് വരാം. ക്രിസ്റ്റൽ ഉപയോഗിച്ചുള്ള മെഡിറ്റേഷൻ ആയതിനാൽ കിടന്നുകൊണ്ട് ചെയ്യുകയാണ് കൂടുതൽ സൗകര്യപ്രദം. എപ്പോൾ വേണമെങ്കിലും ക്രിസ്റ്റൽ റേക്കി മെഡിറ്റേഷൻ ചെയ്യാം. സാവധാനം കിടക്കുക. 5 തവണ ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. 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 നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള ചക്രങ്ങളുടെ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവയുടെ നിറങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരിക. ഏത് ചക്രയിലാണ് നിറങ്ങൾ കൂടുതലുള്ളത് അല്ലെങ്കിൽ കുറവുള്ളത് എന്ന് നിങ്ങളുടെ പ്രശ്നത്തിനനുസരിച്ച് ഉൾക്കൊന്നുകൊണ്ട് ദർശിക്കുക. മൂലാധാര ചക്രയിൽ ഐ ഹാവ് എന്നും സ്വാധിഷ്ഠാന ചക്രയിൽ ഐ ഫീൽ എന്നും മണിപൂര ചക്രയിൽ ഐ ക്യാൻ എന്നും അനാഘാത ചക്രയിൽ ഐ ലവ് എന്നും വിശുദ്ധി ചക്രയിൽ ഐ സ്പീക്ക് എന്നും ആദ്യാചക്രയിൽ ഐ സി എന്നും സഹസ്രാര ചക്രയിൽ ഐ നോ എന്നും എഴുതിയിരിക്കുന്നതായി മനസ്സിൽ കാണുക. ഈ ഓരോ ചക്രയിലും ക്രിസ്റ്റലുകൾ വയ്ക്കുക. ക്രിസ്റ്റലുകൾ നിങ്ങളുടെ അടുത്ത് കുറവാണെങ്കിൽ ഒരേ ക്രിസ്റ്റൽ തന്നെ മാറ്റി മാറ്റി വയ്ക്കാം. കൂടുതൽ നല്ലത് എല്ലാ ചക്രകളിലും അതിനു ചേർന്ന ക്രിസ്റ്റലുകൾ വച്ച് മെഡിറ്റേഷൻ തുടങ്ങുന്നതാണ്. ക്രിസ്റ്റലുകൾ കൈവശമുള്ളവർ സഹസ്രാര ചക്രയിൽ മൂൺ സ്റ്റോണും ആജ്ഞാചക്രയിൽ അമേത്തിസ്റ്റ് ക്രിസ്റ്റലും വിശുദ്ധി ചക്ര അഥവാ തുണ്ടയിൽ ബ്ലൂ ലൈസ് അഗേറ്റ് ക്രിസ്റ്റലും ഹൃദയചക്രയിൽ റോസ് കോഡ്സും മണിപൂര ചക്രയിൽ ടൈഗേഴ്സ് ഐയും സ്വാധിഷ്ഠാന ചക്രയിൽ കാർണേലിയൻ ക്രിസ്റ്റലും മൂലാധാര ചക്രയിൽ ഗാർനെറ്റ് ക്രിസ്റ്റലും വയ്ക്കുക. ഇത് ഒരു ജനറൽ ക്രിസ്റ്റൽ റേക്കി സെക്ഷൻ ആണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് ലേഔട്ട് മാറിക്കൊടുക്കാം. സാവകാശം കണ്ണുകൾ അടയ്ക്കുക. 3 തവണ ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക.
ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. മ്യൂസിക്കിൽ നന്നായി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക: പ്രപഞ്ചസൃഷ്ടാവായ ദൈവമേ, ക്രിസ്റ്റൽ രേഖി വഴി എന്റെ ശരീരത്തിലെ ഊർജ്ജനിലയെ ബാലൻസ് ചെയ്തുകൊണ്ട് എനിക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകണമേ. എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്റ്റൽ രേഖി എനർജിക്ക് നന്ദി. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതോടൊപ്പം ക്രിസ്റ്റൽ രേഖി നിങ്ങൾ സ്വീകരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നുവരുന്ന വെളുത്ത നിറത്തിലുള്ള റേക്കി ഊർജ്ജം ഓരോ ചക്രകളിലും വെച്ചിരിക്കുന്ന ക്രിസ്റ്റലുകളിലേക്ക് വരുന്നു. ഈ ക്രിസ്റ്റലുകളിൽ നിന്ന് നിങ്ങളുടെ ശരീരം ആവശ്യമായ എനർജി ഉള്ളിലേക്ക് സ്വീകരിക്കുകയും അധികമുള്ള എനർജി പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം എടുക്കുക. ക്രിസ്റ്റലുകളിൽ കൂടി എനർജി കടന്നുവരുന്നു. കൂടുതലായുള്ള ഊർജ്ജം ക്രിസ്റ്റലുകൾ വലിച്ചെടുത്ത് പ്രപഞ്ചത്തിലേക്ക് കടത്തിവിടുന്നതായി സങ്കൽപ്പിക്കുക. ക്രിസ്റ്റൽ രേഖി നിങ്ങളുടെ ശരീരം മുഴുവൻ നിറയുന്നു. ക്രിസ്റ്റലുകൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഇരിക്കുന്നതായി നന്നായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അവയുടെ ചെറിയ ഭാരം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു. ക്രിസ്റ്റൽ രേഖി നിങ്ങളുടെ തലയിൽ, നെറ്റിയിൽ, കഴുത്തിൽ, ഹൃദയത്തിൽ ഒക്കെ നിറഞ്ഞ ആ ഭാഗത്തുള്ള എല്ലാ നെഗറ്റീവ് എനർജികളെയും നീക്കം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തോടൊപ്പം ഉള്ളിലേക്ക് വരുന്ന ക്രിസ്റ്റൽ രേഖി നിങ്ങളുടെ വേർ, ലൈംഗിക അവയവങ്ങൾ, നട്ടെല്ലിന്റെ കീഴ്ഭാഗം, ഈ ഭാഗങ്ങളിലുള്ള നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് പുറത്തേക്ക് കളയുന്നു. ഈ ഭാഗങ്ങളൊക്കെയും പരിശുദ്ധമായ ക്രിസ്റ്റൽ എനർജി കൊണ്ട് നിറയുന്നു. ക്രിസ്റ്റൽ രേഖി നിങ്ങളുടെ ശരീരത്തിൽ നിറയുന്നതിൽ സന്തോഷം അനുഭവിക്കുക. ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും അയച്ചിടുക. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്നേഹമാകുന്ന രൂപത്തിൽ ക്രിസ്റ്റൽ രേഖി കടന്നുവരുന്നു. അത് നിങ്ങളുടെ കൈകളിലേക്ക് വ്യാപിക്കുന്നു. അത് ശിരസ് മുതൽ പാദം വരെ മൊത്തത്തിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. ഈ ഗ്രൗണ്ടിംഗ് സ്റ്റേജിൽ കുറെ സമയം തുടരുക. ഭൂമി മാതാവുമായി ഉള്ള ബന്ധം സ്ഥാപിക്കുക. തുടർന്ന് കണ്ണു തുറക്കുക. ക്രിസ്റ്റലുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ക്രിസ്റ്റലുകളിലെ എനർജിയും നിങ്ങളുടെ ചക്രകളിലെ എനർജിയും പൊരുത്തത്തിൽ ആകുന്നത് അറിയുക. ക്രിസ്റ്റലുകളുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവ നിങ്ങൾ ക്രിസ്റ്റലുകളിൽ നിന്ന് സ്വീകരിക്കുന്നതായി സങ്കൽപ്പിക്കുക. ഇനി അറിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതായി മനസ്സിൽ കാണുക. നിങ്ങൾ എനിക്ക് പകർന്നു തരുന്ന അറിവ് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ക്രിസ്റ്റലുകളോട് മനസ്സിൽ പറയുക. ഒരു ക്രിസ്റ്റൽ മാത്രമേ ഉള്ളൂവെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കയ്യിൽ പിടിക്കാം. ഇപ്പോൾ എന്ത് ഫീലിംഗ്സ് ആണ് അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക.
ക്രിസ്റ്റലിന്റെ ഗുണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നുവരുന്നതായി ദർശിക്കുക. 5 മിനിറ്റ് ഇങ്ങനെ തുടരുക. മെഡിറ്റേഷൻ മ്യൂസിക്കിലേക്കു ക്രിസ്റ്റലുകളിലേക്കും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി നമുക്ക് മെഡിറ്റേഷനിൽ നിന്ന് തിരിച്ചുവരാം. നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും സുഖപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ക്ലെൻസിംഗ് പ്രോസസ് പൂർത്തിയായി കഴിഞ്ഞു. ക്രിസ്റ്റൽ റേക്കി തുടർച്ചയായി 21 ദിവസം ചെയ്യുക. ഒരേ സമയം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇടയ്ക്ക് മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഒഴിവാക്കണം. ക്രിസ്റ്റലുകൾ വാങ്ങുമ്പോൾ ഒറിജിനൽ തന്നെ വാങ്ങണം. ക്രിസ്റ്റൽ റേക്കിക്ക് ശേഷം അവ ക്ലെൻസിംഗ് നടത്തി സൂക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഓൾ.